ഒരിക്കലൊരു വല്യമ്മാനെയും വല്ലിപ്പാനെയും കൊണ്ടുവരിക. പേരക്കുട്ടികളാ കൊണ്ടുവരുന്നത്. പ്രിയപ്പെട്ടവരെ, 78 വയസ്സായിട്ടുണ്ട് വല്ലിപ്പാക്ക്. വല്യമ്മാക്ക് 68 വയസ്സും. ഞാൻ ആദ്യം തലയിലൊന്ന് കൈവച്ച്, നിന്റെ അടുത്തേക്ക് എന്തിനാ തമ്പുരാനെ ഈ വല്യമ്മാനും വല്ലിപ്പാനും കൗൺസിലിങ്ങിന് കൊണ്ടുവരുന്നത്? ഇവർക്ക് ഇത് എന്തിട്ടാ നമ്മൾ പറഞ്ഞു കൊടുക്കുകയെന്ന്. എന്താ ഒരു പ്രശ്നം എന്നറിയോ? വാപ്പാക്ക് ഫാന് വേണം, വല്യമ്മാക്ക് ഫാന് വേണ്ട. വാപ്പാക്ക് ഉറങ്ങണമെങ്കിൽ ഫാന് വേണം, ഉമ്മാക്ക് ഉറങ്ങണമെങ്കിൽ ഫാന് വേണ്ട. എന്താ ചെയ്യുക? മക്കളെടുത്ത് സൊല്യൂഷൻ ഉണ്ടായിരുന്നു അല്ലേ? എളുപ്പാണ്. മക്കൾ പറഞ്ഞു കൊടുത്തു, അല്ലപ്പാ നിങ്ങൾ ആ റൂമിൽ കിടന്നോളി, ഉമ്മ ഈ റൂമിൽ കിടന്നോട്ടെ. നിങ്ങൾ AC ഇട്ട് കിടന്നോളി, ഉമ്മ ഫാനും AC ഒന്നും ഇല്ലാണ്ട് കിടന്നോട്ടെ. പക്ഷേ ഉമ്മയും വാപ്പയാണെങ്കിൽ റൂം മാറി കിടക്കൂല. അപ്പൊ പേരക്കുട്ടികൾ ഇടപെട്ടു. പേരക്കുട്ടികൾ എന്തു പറഞ്ഞു? ആയിക്കോട്ടെ, നമുക്ക് ഇങ്ങനെ ചെയ്യാം. വാപ്പ ഒരു കട്ടിൽമേലും ഉമ്മ ഒരു കട്ടിൽമേലും കിടക്കട്ടെ. 2 കട്ടിലിടാ. ഒരു കട്ടിൽ അങ്ങോട്ടും തിരിച്ചേക്കാം, ഒരു കട്ടിൽ ഈ മൂലയിലും തിരിച്ചേക്കാം. ഫാൻ നമുക്ക് വാപ്പാന്റെ നേർക്ക് തിരിച്ചേക്കാം. ഉമ്മ ഫാൻ ഇല്ലാണ്ട് കിടന്നോട്ടെ. സൊല്യൂഷൻ ആയില്ലേ? പക്ഷെ ഉമ്മയും വാപ്പയാണെങ്കിൽ കട്ടിലും മാറി കിടക്കൂല. 2 ആൾക്കും ഒരു കട്ടിൽ തന്നെ കിടക്കും വേണം. അപ്പൊ പിന്നെ ചെറിയ പേരക്കുട്ടി ഇടപെട്ട്, കൂട്ടത്തിൽ ഏറ്റവും ചെറുത്, അവള് PG B.Ed ഒക്കെ കഴിഞ്ഞ ആളാ. ഓള് വന്നിട്ട് പറഞ്ഞു, എന്നായിക്കോട്ടെ, ഒരു കട്ടില് മതി, ഒരു ബെഡ് മതി. 2 ആൾക്കും ഒന്ന് നീങ്ങി കിടക്കാൻ പറ്റുമോ? വാപ്പ ജനലിന്റെ സൈഡിലേക്ക് നീങ്ങിക്കോട്ടെ, ഉമ്മ ഈ വക്കത്തേക്കും നീങ്ങിക്കോട്ടെ. ഫാൻ നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റാൻഡിങ് ഫാൻ എടുക്കാം. പെഡൽ ഫാൻ എടുത്തിട്ട് ഉപ്പാന്റെ സൈഡിലേക്ക് തിരിച്ചു വെക്കാം. നടക്കുവോ? ഉമ്മയും വാപ്പയാണെങ്കിൽ നീങ്ങിയും കിടക്കൂല. ഉമ്മയും വാപ്പയല്ലേ, വല്യമ്മയും വല്ലിപ്പയാണെങ്കിൽ നീങ്ങിയും കിടക്കൂല. ഒരു ഒട്ടി എന്നെ കിടക്കണം, ഓർക്ക് മുട്ടി എന്നെ കിടക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കി. സ്നേഹം അതാണ് ഇയാളെ. ശരീരത്തിനോടുള്ള അടുപ്പല്ലത്, മനസ്സിനോടുള്ള അടുപ്പം മാത്രമല്ല, അത് ആത്മാവിനോടുള്ള അടുപ്പമാണ്. ആത്മാവിനോടുള്ള അടുപ്പമാണ്. അവരുടെ ആത്മാക്കൾ പോലും പരസ്പരം അടുത്തിട്ടുള്ളത്. അതാണ് സ്നേഹം. അങ്ങനെയാവണം സ്നേഹം. ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാവുമ്പോ ഞാൻ അൽഹംദുലില്ലാ പറഞ്ഞു, തമ്പുരാനെ ദിവസം ഒരു തവണയെങ്കിലും ഇങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടാവുമ്പോൾ ഒരു സന്തോഷ അല്ലേ? ഞാൻ അന്ന് വിചാരിച്ചു എന്റെ ഓരോ ക്ലാസ്സിൽ എനിക്കിത് പോയി പറയണം. കാരണം ഭക്ഷണം പോലും വായിലേക്ക് വെച്ചു കൊടുക്കാൻ നമുക്ക് മടിയാണെങ്കിൽ, പ്രിയപ്പെട്ടോരെ, നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വാരി കൊടുത്തോളി ഇന്ന് മുതല്. മൂപ്പര് ഇരിക്കുമ്പോ തന്നെ ആദ്യത്തെ ഉരുള നമ്മൾ വാരി മൂപ്പരെ വായിലേക്ക് വെച്ചു കൊടുക്കുക. എന്തേ അയ്യെല്ലാരും. ഇതാണ് പ്രശ്നം. നമുക്കിത് ആലോചിക്കുമ്പോ, മൂപ്പർക്ക് വാരി കൊടുക്കണമെന്ന് ആലോചിക്കുമ്പോ, അല്ലെങ്കിൽ മൂപ്പര് ഉമ്മക്ക് വാരി തരുന്നത് ആലോചിക്കുമ്പോ പക്ഷേ ഫോണിൽ എന്തെങ്കിലുമൊക്കെ കാണുമ്പോ എന്താ സ്നേഹല്ലേ? അതെന്തേ പൊരയിൽ ഇംപ്ലിമെന്റ് ചെയ്തൂടെ? ക്വാളിറ്റി ടൈം വീട്ടിൽ ഉണ്ടാക്കിക്കൂടെ? വിത്തൗട്ട് സ്ക്രീനുകൾ ഒന്നുമില്ലാതെ